ഹലോ നമസ്കാരം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കൂവക്കിഴങ്ങാണ്. അപ്പോൾ നമുക്ക് കൂവപ്പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ച കൂവേനെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ച കൂവക്കിഴങ്ങിനെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ചേർക്കാതെ ചെറിയ രീതിയിൽ അരച്ചെടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ കട്ടകൾ കാണാം, അത് മാറ്റി വെച്ച് ഒന്നും കൂടി അരയ്ക്കാവുന്നതാണ്. അരച്ചെടുത്ത കൂവക്കിഴങ്ങിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വേറൊരു പാത്രത്തിൽ തുണി കെട്ടി നമുക്കതിനെ പിഴിഞ്ഞെടുക്കാം. അങ്ങനെ എല്ലാം പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ആ വെള്ളമുള്ള പാത്രം അങ്ങനെ ഊറാൻ വയ്ക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം നാളെ നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കളയാം. വെള്ളം ഊറ്റിക്കളയുമ്പോൾ നമുക്കതിൽ കൂവപ്പൊടി ഊറിയതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ കിട്ടുന്ന കൂവപ്പൊടി നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മാത്രമേ നമുക്ക് പൊടികളായിട്ട് കിട്ടുള്ളൂ. വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പൊടി പറ്റാത്ത നല്ല വൃത്തിയുള്ള തുണി അല്ലെങ്കിൽ ഷീറ്റൊക്കെ ഇട്ട് നമുക്കതിനെ ഉണക്കാൻ വയ്ക്കണം. ഇപ്പോൾ വെയിലത്ത് ഉണക്കാൻ വയ്ക്കുമ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിന് കട്ടകൾ ഉടച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല ഫൈൻ പൗഡേഴ്സ് ലഭിക്കുള്ളൂ. ഒന്ന് കട്ടകൾ ഉടച്ചതിന് ശേഷം നമുക്കിത് പിറ്റേ ദിവസം ഷീറ്റിൽ വെയിലത്ത് വെച്ച് കൊടുക്കാം. നമ്മൾ കട്ടകൾ ഉടച്ച് തന്നെ ഷീറ്റിലിടാൻ നോക്കാം. ഷീറ്റിലിടുമ്പോഴും വെയിൽ തട്ടുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കട്ടകൾ ഉടച്ച് കൊടുക്കണം. അപ്പോൾ ഷീറ്റിലെ എല്ലാ പൊടിയും നല്ല വൃത്തിയിൽ പരത്തിയിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കതിനെ കട്ടകൾ ഉടച്ചു കൊടുത്ത് നമുക്കതിനെ തരിതരിയായിട്ട് ആക്കാം. പിന്നെ ലാസ്റ്റ് നമ്മളിതിനെ കൈ കൊണ്ട് കട്ടകൾ ഉടച്ചു കൊടുത്താൽ നമുക്ക് നല്ല രീതിക്കുള്ള കൂവപ്പൊടി കിട്ടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സ്റ്റേ ട്യൂൺ. താങ്ക് യു.